ഹലോ. ഇന്നത്തെ എൻ്റെ യാത്ര എന്ന് പറഞ്ഞാൽ എൻ്റെ കോളേജിലേക്കാണ്. 2.5 വർഷം DPharm പഠിച്ച് പാസ്സായതിൻ്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പോവുകയാണ് കേട്ടോ. ഞാനുണ്ട്, ആതിരേച്ചിൻ്റെ ബസ്സിയുണ്ട്. ഞങ്ങൾ 3 പേരാണ് കൂട്ട്. ആതിരേച്ചിക്ക് വണ്ടി ഉള്ളതിനാൽ ആതിരേച്ചി ഡയറക്റ്റ് കോളേജിലേക്കാണ് വരുന്നത്. ഞാൻ ബസ്സിക്കായിട്ടുള്ള കാത്തിരിപ്പാണ്. ഞാൻ ബസ് സ്റ്റോപ്പിൽ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ട്. എന്തിനും നേരത്തെ ഇറങ്ങണം നല്ലതാണല്ലോ. ഒരു ബസ് പോയി, 2 ബസ് പോയി, 3 ബസ് പോയി, 4ാമത്തെ ബസ്സിലാണ് കേട്ടോ ബസ് ഇതേ വരുന്നത്. ബസ് വരുന്നു. ഒരു കള്ളച്ചിരിയായിട്ടാണ് ആൾ വരുന്നത്. കുറച്ച് ലേറ്റ് ആയിട്ടോ. പിന്നെ കോളേജിലേക്കായിട്ട് ഞങ്ങൾ ഓട്ടോറിക്ഷയിലാണ് പോകണം കേട്ടോ. കുറച്ച് ദൂരമുണ്ട്, നടക്കാൻ പറ്റില്ല വെയിലത്ത്. പിന്നെ ഞങ്ങളതേ ഞങ്ങളുടെ തട്ടകത്തിലേക്ക് എത്തി. 2.5 വർഷം പ്രഷറും അതും ഇതൊക്കെ സഹിച്ച് പഠിച്ച സ്ഥലമാണ്. ആദ്യമൊന്നും ഇഷ്ടമില്ലായിരുന്നു, പക്ഷേ ഇങ്ങനെ കുറേ നാളായിട്ട് പോകാണ്ടിരുന്ന് വന്നപ്പോൾ ഒരു ചെറിയൊരു സങ്കടമുണ്ട്. പിന്നെ ഞങ്ങൾ ചെന്ന കാര്യം നടക്കാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ നേരെ പോകുന്ന കോതമംഗലത്തേക്കാണ് കേട്ടോ. ആതിരേച്ചിക്ക് വണ്ടി ഉള്ളതുകൊണ്ട് ആതിരേച്ചി നേരെ കോതമംഗലത്തേക്കാണ് പോണത്. പിന്നെ കോളേജിൻ്റെ അടുത്ത് ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. നമ്മൾ കോളേജിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. വലിയ കാര്യമായിട്ടുള്ള വെള്ളച്ചാട്ടമൊന്നുമില്ല, അന്ന് കണ്ട് ഒരു വെള്ളച്ചാട്ടം എന്നങ്ങോട്ട് പറയാം. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഷോർട്ട് കട്ടൊക്കെ കയറി ബസ് സ്റ്റോപ്പിലൊക്കെ വന്ന് ഞങ്ങൾ നേരെ കോതമംഗലത്തേക്കാണ് പോണത്. കോതമംഗലത്ത് പോകണം എന്തിനാണെന്ന് വിചാരിച്ച്, കോതമംഗലം പള്ളിയിൽ ഒരു നേർച്ച ഉണ്ടായിരുന്നു. പരീക്ഷയ്ക്ക് പാസ്സാവുകയാണെങ്കിൽ മുട്ടൂത്തി നേർച്ച നടത്താമെന്ന്. അതിനായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ബസ്സിൽ മുട്ടൂത്തുന്നില്ല, ഞാനും ആതിരേച്ചിയാണ് മുട്ടൂത്തുന്നത്. ആതിരേച്ചി നേരെ പള്ളിയിലേക്ക് പോയിട്ടുണ്ട്. ഞങ്ങൾ കോതമംഗലത്ത് എത്തി. അപ്പോഴാണ് ആതിരേച്ചി വിളിച്ചു പറയുന്നത് അവിടെ പെരുന്നാളിനോടനുബന്ധിച്ച് ഭയങ്കര ആളാണ്, കുർബാനയും കാര്യങ്ങളൊക്കെയാണ്, അതുകൊണ്ട് നേർച്ച നടത്താൻ പറ്റില്ലെന്ന്. പിന്നെ ഞങ്ങൾ തീരുമാനിച്ചു നേരെ വീട്ടിലേക്ക് പോകാം. ഇനിയിപ്പോൾ ഈ വെയിലത്ത് നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. ചേച്ചിയാണെങ്കിൽ ഓൾറെഡി വീട്ടിലേക്ക് പോയായിരുന്നു. ബസ്സിയാണെങ്കിൽ എന്നെ ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ്സൊക്കെ കയറ്റി വിട്ടു. അവളും ആ വഴി പോയിട്ടോ. ബസ് കയറിയിട്ടാണെങ്കിൽ നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പാട്ടൊന്നുമില്ല, അതുകൊണ്ടൊരു സുഖം ഉണ്ടായില്ല. പിന്നെ നേരെ വീട്ടിൽ വന്ന് കുറച്ച് ഫ്രഷപ്പ് ആയിട്ടിരുന്നപ്പോൾ നല്ലൊരു ആശ്വാസമുണ്ട്. എൻ്റെ പൊന്നോ, ഈ വെയിലത്തുനിന്ന് വീട്ടിലേക്ക് കയറുമ്പോൾ എന്തൊരു സുഖമാണെന്നറിയാമോ. പിന്നെ വിശന്ന് പണ്ടാറടിക്കായിരുന്നു. പിന്നെ രാവിലെ ഉണ്ടാക്കിയ ദോശയും ചമ്മന്തി ഇരിക്കേണ്ടായതുകൊണ്ട് അത് എടുത്ത് കഴിക്കാനുള്ള പരിപാടിയാണ്. രാവിലെ കഴിക്കാൻ പറ്റിയില്ല കേട്ടോ. ബസ് പോകുന്നുള്ള ധൃതിയിൽ അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ കഴിച്ചില്ല. പിന്നെ ഞാൻ TV ഒക്കെ ഓൺ ആക്കിയിട്ട് പിന്നെ TV യുടെ മുമ്പിലിരുന്ന് ഫുഡൊക്കെ കഴിക്കലായി.